കൊല്ലത്തുനിന്ന് വരുന്നൊരു വാർത്ത. ഗർഭിണിയായ യുവതിയെ ഭർത്താവ് അതിക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി. സൈനികനാണ് ഈ ഭർത്താവ്. ഗർഭം അലസിപ്പിക്കാൻ വയറ്റിൽ ചവിട്ടിയെന്നും മുഖത്തും ശരീരത്തും പരിക്കേറ്റ യുവതി ചികിത്സയിൽ തുടരുകയാണെന്നും അറിയുന്നു. സ്ത്രീധനത്തിന്റെ പേരിലാണ് ഭർത്താവും കുടുംബവും മർദ്ദിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. സൈനികനായ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ഗോകുൽനാഥുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എത്ര നമ്മൾ റിപ്പോർട്ട് ചെയ്താലും ഇതൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പരാതിയിൽ കഴമ്പുണ്ടല്ലോ അല്ലേ? കാര്യം സൈനികനായ ഭർത്താവാണ്, കുടുംബം പീഡിപ്പിച്ചുവെന്ന് പറയുന്നു. ഇത് എന്താണ് സംഭവിച്ചത്? സ്ത്രീധനം ചൂണ്ടിക്കാട്ടിയാണോ ഈ മർദ്ദനം നടന്നിരിക്കുന്നത്? പരാതി പറഞ്ഞ പെൺകുട്ടി നേരത്തെയും ഈ കാര്യം വീട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞിരുന്നോ ഗോകുൽ? ഡോക്ടർ അരുൺ, വെരി ഗുഡ് മോർണിംഗ്. വീണ്ടും ഒരു ഇടക്കാലത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ സ്ത്രീധനത്തിന്റെ പേരിലുള്ള പരാതി, സ്ത്രീധന പീഡനം പരാതി ഇങ്ങോട്ട് വരുന്നതെന്നുള്ളതാണ്. എന്തായാലും കൊല്ലത്ത് ഓച്ചിറയിലാണ് ഗർഭിണിയായ യുവതിയെ ഭർത്താവ് അതിക്രൂരമായി മർദ്ദനത്തിനിരയാക്കിയത്. പലപ്പോഴായി കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം നടന്നിട്ടുണ്ട് എന്ന് യുവതി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വരാനുണ്ടായ സാഹചര്യവും സ്ത്രീ പറയുന്നുണ്ട്. അതായത് ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി 6 മാസം ഗർഭിണിയായിരുന്ന സമയത്ത് ഗർഭം അലസിപ്പിക്കാൻ വയറ്റിൽ ചവിട്ടുകയും ഉപദ്രവിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഉപദ്രവം തുടരുകയായിരുന്നു. അങ്ങനെ സ്ത്രീയുടെ മുഖത്തും ശരീരത്തിലുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ യുവതി ഇപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ്. എന്തായാലും ഭർത്താവ് സൈനികരാണ്. ഇയാൾ അവധിക്ക് വന്നതിന് ശേഷം സ്വന്തം അമ്മയോട് ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ യുവതിക്കെതിരെ അതിക്രൂര മർദ്ദനം അഴിച്ചുവിട്ടതെന്നുള്ളതാണ്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരാതിയിൽ കഴമ്പുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സൈനികനായ ഭർത്താവിനും കുടുംബത്തിനുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കുടുംബത്തിലുള്ള മറ്റാളുകൾക്കെതിരെയും, അതായത് ഈ സൈനികന്റെ സഹോദരനും അമ്മയ്ക്കുമെതിരെ കേസെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും യുവതി റിപ്പോർട്ടർ ടിവിയെ കാണാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അതിനുശേഷം പുറത്തു വരുന്നതായിരിക്കും അരുൺ. ഓക്കെ ഗോകുൽ, ഒരു കാരണവശാലും അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വെറുതെ വിടാൻ പാടില്ല.